പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കാൻ പകൽക്കാലം കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. പകൽക്കാലത്ത് ചിന്തയ്ക്കായിട്ട് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ വായിക്കാം. ഫിലിപ്പിയർ 1:3-4. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കണം. അത് 4-ാമത്തെ വാക്യത്തിൽ നിന്നാണ് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കണം. നമുക്കറിയാം, നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് ഭയം എന്ന് പറയുന്ന ഒരു വികാരമാണ്. നമ്മളുടെ ധൈര്യത്തെയും നമ്മുടെ കോൺഫിഡൻസിനെ എല്ലാം എന്താ പറയാ തട്ടിക്കൊണ്ടു പോകുന്ന അല്ലെ കവർന്നെടുക്കുന്ന ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭയം എന്ന് പറയുന്നത്. ദൈവം നമ്മളെ തന്നിട്ടുള്ള ധൈര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ഇതിനെല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന അല്ലെങ്കിൽ അതിനെ കവർന്നെടുക്കുന്ന ശരിക്കും ഒരു വികാരമാണ് ഭയം എന്ന് പറയുന്നത്. ഇപ്പൊ കാലം എന്റെ ഈ മെസ്സേജ് ഭയപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കുന്ന ചിലർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ നാളെ ഓർത്ത്, നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഓർത്ത് നിരാശപ്പെട്ട് ഭയത്തോടിരിക്കുന്ന ആരൊക്കെ എന്നെ കേൾക്കുന്നുണ്ട്, അവരോട് ഇപ്പോൾ കാലം ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കാനുണ്ട്. നമുക്കറിയാം, ബൈബിളിലെ യേശു കർത്താവ് ശിഷ്യന്മാര് പറഞ്ഞതനുസരിച്ച് അവരൊരു ബോട്ടിൽ കയറി ഗലീല കടലിന്റെ മറുവശത്തോട്ട് യാത്ര ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. കർത്താവ് പറഞ്ഞിട്ടാണ് അവർ യാത്ര തിരിക്കുന്നത്. കർത്താവ് പറഞ്ഞിട്ടാണ് അവര് ബോട്ടിൽ യാത്ര തുടങ്ങുന്നത്. എന്നാൽ ഒരു കൺസിഡറബിൾ ഡിസ്റ്റൻസിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം, അതായത് കരയിൽ നിന്ന് മാറി ബോട്ട് കടലിലൂടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വലിയൊരു ഭയങ്കരമായൊരു കൊടുങ്കാറ്റ് ആ കടലിൽ പ്രത്യക്ഷപ്പെടുകയാണ്, അല്ലെങ്കിൽ അവര് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. നമുക്കറിയാം, ആ ഫിഷർമാനെ സംബന്ധിച്ചിടത്തോളം അവര് കടലിന്റെയും അല്ലെങ്കിൽ കാറ്റിന്റെയും ഒക്കെ അല്ലെങ്കിൽ ആ സീസണൊക്കെ നന്നായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരാണ് ശരിക്കും. പക്ഷെ അവരത്രത്തോളം ഭയപ്പെടണമെന്ന് പറയുമ്പോൾ അത്രമാത്രം അല്ലെങ്കിൽ ഇതുവരെ അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത നിലവാരത്തിലുള്ള ഒരു കാറ്റായിരിക്കാം, കോളായിരിക്കാം ഒരു വിശ്വാസമായിട്ട് കടലിൽ ഉണ്ടായി. അവര് എന്താ ചെയ്ത്, അവര് ഭയപ്പെട്ട് നിലവിളിക്കാൻ തുടങ്ങി. ആ സമയം യേശു കർത്താവ് താൻ ഒരു മലയിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയിരിക്കാൻ ശിഷ്യന്മാരെ കൂടെ ആ സമയം ഇല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ശിഷ്യന്മാരുടെ നിലവിളി, അവരുടെ പ്രയാസം മനസ്സിലാക്കിയിട്ട് അവരുടെ ആ നിലവിളിയുടെ ശബ്ദം കേട്ടിട്ടെന്ന് വേണമെങ്കിൽ പറയാം, കടലിലൂടെ നടന്നു വരുന്ന യേശുവിനെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അതായത് വെള്ളത്തിന് മീതെ നടന്നു വരുന്ന യേശു. ഹല്ലേലൂയ. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ആ ശിഷ്യന്മാരിൽ ഒരാൾ നമ്മളായിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യത്തെ നാം എങ്ങനെ പ്രതികരിക്കാൻ ഇടയായിത്തീരും. ഒന്നാമത് ഭയപ്പെട്ടിരിക്കുക, എന്നാൽ കടലിന്റെ മധ്യേ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ അവർ ഒന്നുകൂടി ഭയപ്പെട്ട് കിടന്നു, ഒന്നുകൂടി നിലവിളിച്ച്, കാരണം ഭൂതമാണ് അല്ലെങ്കിൽ ഗോസ്റ്റാണെന്നും പറഞ്ഞ് ഭയപ്പെട്ട് അവർ വീണ്ടും നിലവിളിക്കാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ആ ഒരു സാഹചര്യത്തിൽ അവർ പോസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിരാശപ്പെട്ട് ഭയപ്പെട്ട് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ കർത്താവ് അവരെ ആദ്യത്തിലോട്ട് വന്നിട്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 14:27 വായിക്കുമ്പോഴേക്കും അവിടെ കാണാൻ സാധിക്കുന്നു. കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ധൈര്യമുള്ളവരായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നിങ്ങളുടെ മധ്യയുണ്ട്, അല്ലെങ്കിൽ ഇതാ ഞാനാണ് നിങ്ങളുടെ മധ്യയുള്ളത്, ഞാനാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്ന ഒരു യേശുവിന്, അവരെ ബലപ്പെടുത്തുന്ന ഒരു യേശുവിന് നമുക്ക് കാണാൻ സാധിക്കുന്നു. കാരണം സുവിശേഷം 14:27 വരുമ്പോഴേക്ക് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഉടനെ യേശു അവരോട് ധൈര്യപ്പെടുവിൻ, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറയും. സ്തോത്രം. ഞാനാകുന്നു, പേടിക്കേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലെയുള്ള ചില ദൈവ ശബ്ദങ്ങളെ കർത്താവ് നമ്മുടെയൊക്കെ ലൈഫിൽ കേൾപ്പിക്കുവാൻ അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത് മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് അവരോട് പറയുക, സ്തോത്രം, പേടിക്കേണ്ട. സ്തോത്രം. രണ്ടാമത്തെ കാര്യം കർത്താവ് പറയുക, സ്തോത്രം, ഭയപ്പെടേണ്ട, ധൈര്യപ്പെടുവിൻ, ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷനുമായിട്ട് വരുന്ന ദൈവം. ഹല്ലേലൂയ സ്തോത്രം. ഇതുപോലെ പറഞ്ഞു വരാൻ മറ്റൊരാളും ഒരുപക്ഷെ നമ്മൾക്ക് മുമ്പിൽ ഉണ്ടാകത്തില്ല.
പക്ഷെ ഹല്ലേലൂയ, കടലിന് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു വിട്ട ദൈവമാണെങ്കിൽ സ്തോത്രം, അതിന് മധ്യ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടായിക്കോട്ടെ, അത് നടുക്ക് വെച്ച് നമ്മളുടെ പടക് സ്റ്റോപ്പായി പോകത്തില്ല. തക്ക സമയത്ത് വെളിപ്പെടേണ്ട ഡിറക്ഷൻസ് ആൻഡ് പ്രൊവിഷൻസ് കർത്താവ് നൽകി തരുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശു ആ ഒരു മൊമെന്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് കർത്താവ് അവരുടെ മധ്യ വന്നിട്ട് അവരോട് പറയുന്നത്. സ്തോത്രം. അവരുടെ ഫീലിങ്സ്, അവരുടെ ഭയം, അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണോ, അവരുടെ ധൈര്യം ചോർന്നു പോകുന്നത് യേശു കർത്താവ് നന്നായിട്ട് മനസ്സിലാക്കി. അങ്ങനെയാണ് കർത്താവ് അവരോട് എന്ന് പറയുന്നത്, പേടിക്കണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ സിറ്റുവേഷൻ എന്തും ആയിക്കോട്ടെ, നമ്മൾ മുങ്ങിപ്പോകുന്ന, നമ്മൾ പരാജയപ്പെട്ട ഒരു സിറ്റുവേഷനിലായിരിക്കാം നമ്മൾ ഇപ്പോൾ ആയിരിക്കണം. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഒരു ദൈവശബ്ദം നിങ്ങൾ കേൾക്കാനായിട്ട് കഴിയണം. സ്തോത്രം. ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. സ്തോത്രം. ഞാനുണ്ട് കൂടെ. സ്തോത്രം. ഞാൻ നിങ്ങളെ സഹായിക്കാം, നിങ്ങളുടെ മധ്യേ ഉണ്ട്, നിങ്ങളെ സഹായിപ്പാൻ ഞാൻ കൂടെ ഉണ്ടെന്നുള്ള ദൈവശബ്ദത്തെ ഇപ്പൊ കാലം കേൾക്കുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കും. നമുക്കറിയാം, ദൈവവചനം പഠിക്കുമ്പോൾ സ്തോത്രം, ഒരുപാട് ഭക്തന്മാരുടെ ലൈഫിൽ ഇതുപോലെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ അവർ നേരിട്ടതിനെ കുറിച്ച് നമുക്ക് സ്ക്രിപ്ചറിലൂടെ കാണാനായിട്ട് സാധിക്കുന്നു. അബ്രഹാമിന്റെ ലൈഫിലാണേലും സ്തോത്രം, ഈജിപ്ഷ്യൻ തങ്ങളെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട്, സ്തോത്രം, അല്ലെങ്കിൽ തന്റെ വൈഫിനെ എന്താ പറയാ അപായപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ട് താൻ നുണ പറഞ്ഞ്, ഹല്ലേലൂയ, സ്തോത്രം, ഭയപ്പെട്ടിരുന്ന ഒരു സാഹചര്യത്തെ കാണാനായിട്ട് സാധിക്കുന്നു. യാക്കോബിന്റെ ലൈഫിനെ കുറിച്ച് പഠിക്കുമ്പോഴും തന്റെ സഹോദരൻ തന്നെ കൊന്നുകളയുമോ എന്ന് ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഡേവിഡിനെ കുറിച്ച് പഠിക്കുമ്പോഴും ശൗല് തക്കം പാർത്ത് തന്നെ കൊല്ലാൻ നടക്കുമ്പോൾ ഭയത്തോടെ മുന്നേറിയ ഒരു ദാവീദിനെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എലീശ പ്രവാചകനെ കുറിച്ച് പഠിക്കുമ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, ജിസബേൽ തന്നെ ഹല്ലേലൂയ അവളുടെ വെല്ലുവിളി ഭയപ്പെട്ട് ഒളിച്ചിരിക്കുന്ന ഏലിയ പ്രവാചകനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്ന് പറയുന്ന പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോഴും സ്തോത്രം, ഹല്ലേലൂയ, യേശു കർത്താവിന്റെ കൂടെ നടന്ന അത്ഭുതങ്ങളും അതിശയങ്ങളെയും താൻ കടന്നു പോകുന്ന സാഹചര്യത്തെയൊക്കെ നന്നായി മനസ്സിലാക്കിയ പത്രോസ് താൻ മറ്റുള്ളവരുടെ മുമ്പിൽ റിവീൽ ചെയ്യപ്പെടും. യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യനാണെന്ന് മറ്റുള്ളവർ തന്നെ തിരിച്ചറിയുമോ എന്ന് ഭയപ്പെട്ട് ഒളിച്ചിരുന്ന്, ഹല്ലേലൂയ, ഞാൻ യേശുവിനെ അറിയില്ല എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ഞാൻ കൂടെ ഉള്ളവനല്ല എന്ന് പറഞ്ഞ് ഭയം കൊണ്ട് പറഞ്ഞൊരു പത്രോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ പ്രിയപ്പെട്ടവരെല്ലാം ഭയത്താൽ അവര് ഭാരപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം പറഞ്ഞ അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈഫിൽ വെളിപ്പെടുത്താൻ തക്കവണ്ണം ദൈവത്തിന്റെ കരം ആ സമയങ്ങളെല്ലാം അവർക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ട്, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതമായിട്ട് വെളിപ്പെടുത്തി കാണിച്ചു. യെരമ്യാ പ്രവചനം 29:11 പറയുന്നത് പോലെ കർത്താവ് പറയുന്നൊരു വാക്യമുണ്ട്. സ്തോത്രം, നിങ്ങളെ കുറിച്ചുള്ള എന്റെ പദ്ധതികൾ നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങളെ മുടിക്കുവാനല്ല, സ്തോത്രം, മറിച്ച് നിങ്ങളെ പണിതെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അവിടെ പറയുന്നത്. യെരമ്യാ പ്രവചനം 29 അധ്യായം അതിന്റെ 11 വാക്യത്തിലൂടെ നമുക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ കാണുന്നു. സ്തോത്രം, ഹല്ലേലൂയ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കേണ്ട നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കെത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. സിമ്പിളാണ്. അതായത് സ്തോത്രം, ദൈവത്തിന് നമ്മുടെ നാളെയെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് വ്യക്തമായിട്ട് ദൈവം അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് അതിലൂടെ ദൈവം നമ്മെ നടത്തിക്കൊണ്ടിരിക്കുക. ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളെ അറിയാത്തൊരു ദൈവമല്ല നമ്മുടെ ദൈവം. അതറിഞ്ഞ് അതിനുവേണ്ടി സൊല്യൂഷനുമായിട്ട് അവരുടെ അടുത്ത് എത്തിയതുപോലെ നമ്മുടെ അടുത്ത് തക്ക സമയത്ത് സൊല്യൂഷൻസും പ്രൊവിഷൻസുമായിട്ട് എത്തുന്ന ഒരു ദൈവത്തെ നമ്മൾ സേവിക്കേണ്ടത്. ആ ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ ഭാവിയെ ഏറ്റവും നന്നായിട്ട് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാവി, ശുഭഭാവി വരുവാൻ തക്കവണ്ണം നമ്മളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് അവ തിന്മയ്ക്കല്ല. ഒരു പക്ഷെ തിന്മയ്ക്കാണോ എന്ന് ഓർത്ത് ഇന്ന് നമ്മൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ഭയത്തെ മാറ്റിക്കളയുക. ദൈവത്തിന് ധൈര്യത്തോടെ ഇരിക്കുക. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ട് മാറ്റുന്ന ഒരു ദൈവം നമ്മുടെ മധ്യയുണ്ട്. ആ ഉറപ്പ് പൗലോസിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന കൊണ്ട് പൗലോസ് പറഞ്ഞത്, സ്തോത്രം, സ്തോത്രം, എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഓർത്ത് ക്രിസ്തുവിന്റെ നാളിനു വേണ്ടി, സ്തോത്രം, എന്നിൽ ആരംഭിച്ച പ്രവൃത്തി ആരംഭിച്ചു യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. Hallelujah. I am certain to God who began a good work within you
will continue his work until it's finally finished on the day when Christ Jesus returns. ഫിലിപ്പിയർ 1:4 വാക്യം വായിച്ചത് സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ വിശ്വസിക്കണം, കർത്താവ് എന്നിൽ പൂർത്തീകരിക്കും. ദൈവം തുടങ്ങിയ പ്രവൃത്തി, ദൈവം തുടങ്ങിയ ആ രക്ഷയുടെ പ്രവൃത്തി കർത്താവ് എന്റെ ലൈഫിൽ പൂർത്തീകരിക്കും. ഇന്നൊരു പക്ഷേ കാറ്റും കോളും മാത്രമേ ഞാൻ കാണുന്നുണ്ടാകാം. പക്ഷെ ഭയപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, അത് മാറിപ്പോകും. ഈ കാറ്റ് നീങ്ങിപ്പോകും, ഈ കോളുകൾ നീങ്ങിപ്പോകും. സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ ഹാലേലൂയ, ഈ മഴയും തോരാതെ പോവത്തില്ല. സ്തോത്രം. ഈ കാറ്റും അടങ്ങാതെ ഇരിക്കത്തില്ല. കാരണം നമ്മുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ, നമ്മുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ കർത്താവ് വേണ്ട വഴികളെ നമുക്ക് തുറന്നു കാണിച്ചു തരും, നമ്മളെ ധൈര്യപ്പെടുത്തും, നമ്മുടെ മറുകര എത്തിക്കുവാൻ ദൈവശക്തനാണ്. അതുകൊണ്ട് ഈ പകൽക്കാലം ആ ഒരു ധൈര്യത്തോട്, ആ ഒരു ബലത്തോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. ഒരുപക്ഷെ കർത്താവിനെ വിളി കേട്ടൊരു പക്ഷെ നിങ്ങൾ ഏകനായിട്ടായിരിക്കാം ദൈവസ്ഥലായിരിക്കുന്നത്. എന്നാൽ വിശ്വസിക്കുക, സ്തോത്രം, ആ പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ള ദൈവം ഹാലേലൂയ നിങ്ങൾ അവിടുത്തെ മറ്റു പ്രിയപ്പെട്ടവരെയും കൂടി ആ ദൈവ പ്രവൃത്തിയിലൂടെ കർത്താവ് വരും ദിവസങ്ങളിൽ കൂട്ടിച്ചേർക്കുക തന്നെ ചെയ്യും. അങ്ങനെ കുടുംബമായുള്ള രക്ഷയുടെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്തിടുന്നു. അപ്പോൾ തന്നെ ഏത് വിഷയത്തിന്റെ മധ്യേ നിങ്ങൾ ഇന്ന് ഭാരത്തോടെ പ്രയാസത്തോടായിരിക്കുന്നു, നിരാശപ്പെട്ടു പോകേണ്ട, ഭാരപ്പെട്ടു പോകേണ്ട. കർത്താവിന് മുമ്പിൽ വഴികളുണ്ട്. ദൈവത്തിന്റെ നിരൂപണങ്ങൾ നമ്മൾക്ക് ഒരു വിഷയം മറഞ്ഞിരിക്കുന്നതായിരിക്കും. എന്നാൽ ദൈവം തക്ക സമയത്ത് അതിനെ വെളിപ്പെടുത്തും, നമ്മെ അനുഗ്രഹിക്കും. ഈ പകൽക്കാലം ആ ഒരു വിശ്വാസത്തോടെ, ധൈര്യത്തോടെ ദൈവസേന മുന്നേറുവാൻ കർത്താവ് ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.